ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ് 2-ലെ തേർഡ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം തേർഡ് മൊഡ്യൂളിൻ്റെ ഫൈനൽ ക്ലാസ്സാണ് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി 3 ടൈപ്പ് ഓഫ് മെഷീനിങ് പ്രോസസ്സുകളെ കുറിച്ചാണ്. അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ്, അബ്രസീവ് ജെറ്റ് മെഷീനിങ് ആൻഡ് അൾട്രാസോണിക് മെഷീനിങ് എന്ന് പറഞ്ഞാൽ 3 മെഷീനിങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ അതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് വാട്ടർ ജെറ്റ് മെഷീനിങ് ആയിരുന്നു. അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് വേർഷൻ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് വാട്ടർ ജെറ്റ് മെഷീനിങ് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഇപ്പം കഴിഞ്ഞ നിങ്ങളെ സീനിയേഴ്സില്ലേ, നിങ്ങളെ സീനിയേഴ്സിൻ്റെ എക്സാമിന് യൂണിവേഴ്സിറ്റിക്ക് 5 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് വാട്ടർ ജെറ്റ് മെഷീനിങ്. ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞിരുന്നു തോന്നുന്നു എനിക്ക്, പക്ഷേ അത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അത്ര സിമ്പിളായി കളയത് വാട്ടർ ജെറ്റ് മെഷീനിങ്ങും ചോദിച്ചിട്ടുണ്ട്. ദെൻ അതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് വേർഷൻ ആയിട്ടുള്ള അബ്രസീവ് വാട്ടർ ജെറ്റ് മെഷീനിങ്ങിനെ കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അബ്രസീവ് ജെറ്റ് മെഷീനിങ്ങിനെ കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അൾട്രാസോണിക് മെഷീനുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെയിൻലി നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തതിൻ്റെ എന്താണ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, അതിൻ്റെ ഡയഗ്രമാറ്റിക് എക്സ്പ്രഷൻ, അപ്ലിക്കേഷൻസ്, അതുപോലെ അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ്, ഇതൊക്കെ എല്ലാത്തിൻ്റെയും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇല്ലേ? ക്ലിയർ അല്ല നിങ്ങൾക്ക്? അതിലെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ദിവസം തന്നെ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് മാറുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളത് ഇനി ലാസ്റ്റ് ഒരു ഒറ്റ ടൈപ്പ് മെഷീനിങ് പ്രോസസ്സ് കൂടി ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് പ്ലാസ്മ ആർക്ക് മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് പ്ലാസ്മ ആർക്ക് മെഷീനിങ് പ്രോസസ്സ് എന്നുള്ള കാര്യമാണ്. ഓക്കെ, ബേസിക്കലി പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു അയണൈസ്ഡ് ഗ്യാസസിനെയാണ് നമ്മൾ, അതായത് നമ്മൾ മെയിൻലി ലിക്വിഡ്, സോളിഡ്, ലിക്വിഡ് ഗ്യാസസ് എന്നാണ് നമ്മൾ നോർമലായിട്ട് കണ്ടുള്ള സ്റ്റേജ്. അതിൻ്റെ അടുത്ത സ്റ്റേജാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പം ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് പ്ലാസ്മ ആർക്ക് മെഷീനിങ്ങിനെ കുറിച്ച്. നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചു പ്ലാസ്മ ആർക്ക് വെൽഡിങ് എന്താണെന്ന് പഠിച്ചു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് പ്ലാസ്മ ആർക്ക് മെഷീനിങ് പ്രോസസ്സ്? ഓക്കെ, ബേസിക്കലി നമ്മൾ പ്ലാസ്മ ആർക്ക് മെഷീനിങ് പ്രോസസ്സ് മെയിൻലി നമ്മൾ ചെയ്യുന്നത് എന്താണ്? മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബേസിക് ടെക്നിക്കാണ് ഈ ഒരു പ്ലാസ്മ ആർക്ക് മെഷീനിങ് പ്രോസസ്സ്. ഒരുവിധം എല്ലാ മെറ്റീരിയൽസിനും നമുക്ക് ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ നമുക്ക് ഹെവി 150 mm വരെ തിക്നെസ് ഉള്ള വളരെ ഹെവി ആയിട്ടുള്ള വർക്ക് പീസിനെയും വളരെ ഈസിലി നമുക്ക് ഈ ഒരു മെഷീനിങ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ ഒരു പ്രോസസ്സിൻ്റെ അടുത്തൊരു മേജർ അഡ്വാൻറ്റേജ് ആണെന്ന് പറയും. ഓക്കെ, അപ്പം ഇനി എന്താണ് പ്ലാസ്മ? എന്താ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടോ? വാട്ട് യു മീൻ ബൈ പ്ലാസ്മ? ബേസിക്കലി പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ഹീറ്റഡ് അയണൈസ്ഡ് ഗ്യാസസിനെയാണ് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നത്. ബേസിക്കലി നമുക്കൊരു ഗ്യാസസ്, ഓക്കെ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്, ഈ ഗ്യാസസ് കഴിഞ്ഞിട്ട് ഗ്യാസസിനെ നമ്മൾ വീണ്ടും ഹെവി ആയിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഹെവിയിൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹെവി ആയിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള പ്ലാസ്മ എന്ന സ്റ്റേജിലേക്ക്. പ്ലാസ്മ എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റ് നമ്മൾ ഗ്യാസസ് അയണൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അയണൈസ്ഡ് ഗ്യാസസ് ആയ സ്റ്റേറ്റിലേക്ക് പോകും. ദാറ്റ് ഈസ് കോൾഡ് ആസ് പ്ലാസ്മ. ദാറ്റ് പ്ലാസ്മ വിൽ ബി യൂസ്ഡ് ടു റിമൂവ് ദ മെറ്റീരിയൽസ് ഫ്രം ദ വർക്ക് പീസ് ഈസ് കോൾഡ് ആസ് പ്ലാസ്മ ആർക്ക് മെഷീനിങ് പ്രോസസ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു ഫിഗർ വെച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ബേസിക്കലി നമ്മൾ ഗ്യാസസ് അയണൈസ് ചെയ്യുന്നത് ഏകദേശം 10,000 to 14,000 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിനെ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ റേഞ്ച് ഒന്ന് ആലോചിച്ചാൽ മതി, ഇമാജിൻ ചെയ്താൽ മതി എത്ര ടെമ്പറേച്ചർ വരുന്നുണ്ട്. അതായത് 10,000 ഡിഗ്രി സെൽഷ്യസ് ടു 14,000 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നമ്മൾ ബേസിക്കലി ഇതിനെ ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു പ്ലാസ്മ ആർക്ക് മെഷീനിങ് പ്രോസസ്സിലെ ഏറ്റവും സിംപ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രോഡ് കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് ബേസിക്കലി ഒരു ഇലക്ട്രോഡായിട്ട് നമ്മൾ പറഞ്ഞാൽ ഒരു ആനോഡ് കാഥോഡ് സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു പ്ലാസ്മ ആർക്ക് മെഷീനിങ് പ്രോസസ്സിന് നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്താണ് ഒരു ഇലക്ട്രോഡ് ഉണ്ട്. ബേസിക്കലി ഈ ഒരു ഇലക്ട്രോഡ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ടങ്സ്റ്റൺ ഇലക്ട്രോഡ്സ് ആണ് മേജറായിട്ട് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടക്ടിവിറ്റി കൂടിയ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ മെയിൻലി ഈ ഒരു ടങ്സ്റ്റൺ ഇലക്ട്രോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് നമ്മൾ കാഥോഡായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ചുറ്റും നമ്മൾ കംപ്രസ്ഡ് ഗ്യാസസ്, മെയിൻലി നമ്മൾ ഹൈഡ്രജൻ അതുപോലെ നൈട്രജൻ പോലുള്ള കംപ്രസ്ഡ് ഗ്യാസസ് ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ പുറത്ത് നമ്മൾ വരുന്നൊരു വാട്ടർ
ജെറ്റ് നോസിൽ ടൈപ്പ് ഒരു വാട്ടർ ജെറ്റ് നോസിലാണ് നമ്മളിവിടെ പുറത്ത് കൊടുത്തിരിക്കുന്നത്. വാട്ടർ ജെറ്റ് നോസിൽ പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വാട്ടർ ഉണ്ടായിരിക്കും, ഈ ജെറ്റിൻ്റെ ഉള്ളിൽ വാട്ടർ ഉണ്ടാവും. അതുപോലെ അതിനുള്ളിൽ ഒരു നോസിൽ നമ്മൾ ഈ ഒരു ഇലക്ട്രോഡ്സിൻ്റെയും ഗ്യാസസിൻ്റെ ഇടയിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനാണ് വാട്ടർ ജെറ്റ് നോസിൽ എന്നാണ്. ഏറ്റവും ഔട്ടറിലുള്ളതാണ് കേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഒരു പ്ലാസ്മ ആർക്ക് മെഷീനിങ്ങിൻ്റെ സെറ്റപ്പ്. ദെൻ നമുക്കൊരു ഫിക്സ്ചറിൻ്റെ മുകളിൽ നമ്മൾ വർക്ക് പീസ് വെച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ ഈ ഒരു മെറ്റീരിയൽസും വർക്ക് പീസും നമ്മുടെ എക്യുപ്മെൻറ്റ് നമ്മൾ ചെറിയൊരു ഗ്യാപ്പും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായി കൺസിഡർ ചെയ്യുന്നത്, പിന്നെ നമ്മൾ ഈ ഒരു ഇലക്ട്രോഡിനെ നമ്മൾ എന്താണ് ഒരു പവർ സപ്ലൈയുടെ നെഗറ്റീവായിട്ടും അതുപോലെ വർക്ക് പീസിനെ നമ്മൾ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നു. ബേസിക്കലി ഞാൻ പറയാം, പ്ലാസ്മ ആർക്ക് മെഷീനിങ് 2 ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. ഡയറക്റ്റ് ആർക്ക് പ്ലാസ്മ മെഷീനിങ് ഉണ്ട്, ഇൻഡയറക്റ്റ് ആർക്ക് പ്ലാസ്മ മെഷീനിങ്. ഡയറക്റ്റ് ആർക്ക് പ്ലാസ്മ മെഷീനിങ് ആണ് ഇവിടെ ഞാൻ പറഞ്ഞ ആദ്യത്തേത്. അതായത് ഇലക്ട്രോഡിനെ നമ്മൾ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യും, പോസിറ്റീവ് നേരെ നമ്മൾ വർക്ക് പീസിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. അതുപോലെ ഇൻഡയറക്റ്റ് ആർക്ക് പ്ലാസ്മ മെഷീനിങ് ഉണ്ട്. അതിലാണ് നമ്മൾ ഈ നെഗറ്റീവ്, അതായത് ഇലക്ട്രോഡിൻ്റെ നെഗറ്റീവ് നമ്മൾ വർക്ക് പീസിൻ്റെ ഇലക്ട്രോഡിൻ്റെ നെഗറ്റീവായിട്ടും കണക്ട് ചെയ്യും, അതുപോലെ നോസിലിൻ്റെ പോസിറ്റീവായിട്ടും കണക്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ആർക്ക് പ്ലാസ്മ മെഷീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ ഇത്രയാണ് നമ്മളൊരു ഇനീഷ്യൽ കറണ്ട് സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്മ ആർക്ക് മെഷീനിങ് പ്രോസസ്സിൻ്റെ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് മേജർ പാർട്സ് എന്നുള്ളത് മനസ്സിലായില്ലേ? അതായത് ഒരു ടങ്സ്റ്റൺ ഇലക്ട്രോഡ്സ് ആണ് മെയിൻലി നമ്മൾ മേജറായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ മെയിൻലി കംപ്രസ്ഡ് ആയിട്ടുള്ള ഗ്യാസസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻലി നമ്മൾ ഹൈഡ്രജൻ, നൈട്രജൻ പോലുള്ള ഗ്യാസസ് ആണ് ബേസിക്കലി ഇതിൽ യൂസ് ചെയ്യുന്നത്. ദെൻ ഒരു വാട്ടർ ജെറ്റ് നോസിൽ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ വാട്ടർ ജെറ്റ് നോസിൽ എന്ന് പറഞ്ഞാൽ ഇത് വാട്ടർ ഉണ്ടാവും. വാട്ടർ അപ്പോൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ബേസിക്കലി കൂളിംഗ് പർപ്പസിന് തന്നെയായിരിക്കും വാട്ടർ ജെറ്റ് നോസിലെ വാട്ടർ യൂസ് ചെയ്യുന്നത്. ദെൻ അതിന് നമ്മൾ നോസൈറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു ഫിക്സ്ചറിൻ്റെ മുകളിൽ വർക്ക് പീസ് നമുക്ക് മെഷീൻ ചെയ്യാനുള്ള വർക്ക് പീസും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കംപ്രസ്ഡ് ഗ്യാസസ് പാസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഹൈഡ്രജൻ, നൈട്രജൻ പോലുള്ള ഫ്ലോ ഓഫ് ഗ്യാസസ് നമ്മൾ ഇതിൽ പാസ് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡിനെ ഞങ്ങൾ നെഗറ്റീവ് ഒരു DC പവർ സപ്ലൈയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നോസിലിനെ നമ്മൾ പോസിറ്റീവായി കണക്ട് ചെയ്യും. ഇങ്ങനെ പറയുന്നതിനാണ് ഇൻഡയറക്റ്റ് പ്ലാസ്മ ആർക്ക് മെഷീനിങ് പ്രോസസ്സ് എന്നാണ് ഇതിനെ പറയാം. ഡയറക്റ്റ് പ്ലാസ്മ ആർക്ക് മെഷീനിങ് പ്രോസസ്സ് ആണെങ്കിൽ നമ്മൾ വർക്ക് പീസിനായിരിക്കും പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുക. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇനീഷ്യൽ സെറ്റപ്പിൽ നമുക്ക് ഈ ഒരു മെഷീനിങ് പ്രോസസ്സുകളെ കുറിച്ച് പറയാനുള്ളത്. ക്ലിയർ? ഇനി അതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിതിലൂടെ കംപ്രസ്ഡ് ഗ്യാസസ്, മെയിൻലി നൈട്രജനോ ഹൈഡ്രജനോ ഗ്യാസസ് നമ്മൾ ഈ ഒരു ഇലക്ട്രോഡിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്, ഇത് നെഗറ്റീവ് നമ്മൾ ഇലക്ട്രോഡായിട്ടും പോസിറ്റീവ് നമ്മൾ നോസിലായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഒബ്വിയസ്ലി നമ്മൾ ഈ ഇലക്ട്രോഡ് ഹീറ്റാവുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെയുള്ള കംപ്രസ്ഡ് ഗ്യാസസും ഹീറ്റാവും. ഒരു പരിധി കൂടുതൽ കംപ്രസ്ഡ് ഗ്യാസസിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്താണ് നമ്മൾ പ്ലാസ്മ എന്നുള്ള സ്റ്റേജിലേക്ക് അത് കൺവേർട്ട് ചെയ്തിരിക്കും. ഏകദേശം 11,000 to 14,000 ഡിഗ്രി സെൽഷ്യസിലാണ് ഹീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഹീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു റേഞ്ച് എന്താ നിങ്ങളൊന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ ചെയ്യുന്നത്, ആ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ പ്ലാസ്മ പ്രൊഡ്യൂസ് ചെയ്യും. ഈ പ്ലാസ്മ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഈ ജെറ്റ്, അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് പൊളാരിറ്റിയും അതുപോലെ നോസിൽ എന്ന് പറയുന്നത് പോസിറ്റീവ് പൊളാരിറ്റി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഹെവി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ഇലക്ട്രോഡ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുക, ഇതിൻ്റെ ഉള്ളിലുള്ള പ്ലാസ്മ ഹൈ പ്രഷറിൽ തന്നെ നമ്മുടെ ഈ നോസിലെ വഴി നമ്മുടെ വർക്ക് പീസ് ഒരു കൊളിമെറ്റർ ലെൻസ് വഴി നമ്മൾ ഹൈ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ വർക്ക് പീസിലേക്ക് അറ്റാച്ച് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? അതായത് നമ്മളിവിടെ എന്താണ് നമ്മുടെ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് പൊളാരിറ്റിയും അതുപോലെ നോസിൽ എന്ന് പറയുന്നത് പോസിറ്റീവ് പൊളാരിറ്റിയും. അപ്പോൾ ഹെവി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ഇലക്ട്രോഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈ പവറുള്ള ഈ പ്ലാസ്മ ആർക്ക് നമുക്ക് ഈ നോസിൽ വഴി നമ്മൾ വർക്ക് പീസിലേക്ക് സ്ട്രൈക്കും. ആ സ്ട്രൈക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്താണ്, ഇവിടെ നമ്മളെ മെറ്റീരിയൽ നമ്മുടെ വർക്ക് പീസിൻ്റെ മുകളിലുള്ള മെറ്റൽ നമുക്ക് ഈസിലി മെഷീൻ ചെയ്ത് എടുക്കാൻ പറ്റും. ദെൻ മെറ്റീരിയൽസ് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സിനാണ് പ്ലാസ്മ ആർക്ക് മെഷീനിങ് വരും. ഇങ്ങനെ വരുമ്പോൾ ഓവർ ഹീറ്റിങ്ങും കാര്യങ്ങളും വരുന്നതുകൊണ്ടാണ് നമ്മൾ വാട്ടർ ജെറ്റ് നോസിൽ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ വാട്ടർ നെറ്റ് നോസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കതിനെ ഈസിലി കൂൾ ചെയ്യാനും കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും മേജർ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ പ്ലാസ്മ ആർക്ക് മെഷീനിങ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ചൊന്ന് നോക്കിയാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഓഫ്ലൈൻ ക്ലാസ്സസിൽ നിങ്ങളത് പറയണം. ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറും അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കിംഗ് ഏകദേശം നിങ്ങൾക്ക് പിടി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജസ്റ്റ് ഇതിൻ്റെ കണ്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ
ഞാൻ ജസ്റ്റ് പോയിൻ്റ് ഔട്ടായിട്ട് നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ അതൊന്ന് വായിച്ച് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഏകദേശം വർക്കിംഗ് നിങ്ങൾക്ക് പിടി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ അപ്പോൾ ജസ്റ്റ് എന്താ പ്ലാസ്മ ആർക്ക് മെഷീനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫസ്റ്റ് പോയിൻ്റ് ആയിട്ട് പറയുന്നത്, പ്ലാസ്മ ബീംസ് ആർ യൂസ്ഡ് ഫോർ റാപ്പിഡ്ലി കട്ട് ഫെറസ് ആൻഡ് നോൺ ഫെറസ് ഷീറ്റ്സ് ആൻഡ് പ്ലേറ്റ്. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. മെയിൻലി ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റീരിയൽ മെഷീനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി പ്ലാസ്മ ആർക്ക് മെഷീനിങ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ സെക്കൻഡ് പോയിന്റ് പറഞ്ഞത് ടെമ്പറേച്ചർ ഈസ് ജനറേറ്റഡ് വിത്ത് ഹൈ. അതായത് നമ്മൾ ഒരു ഗ്യാസസിനെ നമ്മളൊരു പ്ലാസ്മ സ്റ്റേജിലേക്ക് വരുമ്പോൾ അവിടെ ഏകദേശം 10,000 to 11,000 to 14,000 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഹീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്ര ടെമ്പറേച്ചർ ഉണ്ടാവും, നിങ്ങൾ ഇമാജിൻ ചെയ്താൽ തന്നെ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, ദ പ്രോസസ് ഈസ് ഫാസ്റ്റ് ആൻഡ് കർവ് വിത്ത് ഈസ് സ്മോൾ ആൻഡ് ദ സർഫസ് ഫിനിഷ് ഈസ് ഗുഡ്. അതുപോലെ നമുക്കൊരു പ്ലാസ്മ ആർക്ക് മെഷീനിങ് ചെയ്യുമ്പം ഇതിൻ്റെ വിഡ്ത്ത് എത്രയായാലും നമുക്കൊരു പ്ലസ് വിഡ്ത്ത് ഈ സ്മോൾ ആൻഡ് സർഫസ് ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഫിനിഷ് ആയിരിക്കും. അതായത് മെഷീനിങ് ചെയ്യുമ്പോൾ അതൊരു നമുക്കതിന് മുകളിൽ വന്ന സർഫസ് സ്മൂത്തനിങ് ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, ദ പാർട്ട് ആസ് തിക്ക് ആസ് 150 mm ക്യാൻ ബി കട്ട്. അതായത് വലിയ പാർട്ടുകൾ ഏകദേശം തിക്നെസ് 150 mm ഉള്ള വരേണ്ട മെറ്റീരിയൽസൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാനും കാര്യങ്ങളും കഴിയുമെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഓഫ് മച്ച് ഹയർ ദാൻ ദോസ് ഓഫ് അസോസിയേറ്റ് വിത്ത് EDM LVM പ്രോസസ്. നമ്മൾ ഇതിന് മുന്നേ പഠിച്ചു ഇലക്ട്രോൺ ഡിസ്ചാർജ് മെഷീനിങ്ങും ലേസർ ബീം മെഷീനിങ്, ഒരുപാട് ടൈപ്പ് ഓഫ് മെഷീനിങ് പഠിച്ചു. അതിൻ്റെയൊക്കെ മേജർ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്, മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഭയങ്കര കുറവാണെന്നുള്ളതാണ്. ആസ് കമ്പയറിങ് ടു പ്ലാസ്മ ആർക്ക് മെഷീനിങ് എത്രയോ കൂടുതലായിരിക്കും മെറ്റീരിയൽ റിമൂവൽ റേറ്റ്. MRR എപ്പോഴും കൂടുതലായിരിക്കും, മെറ്റീരിയൽ റിമൂവൽ റേറ്റ് MRR എപ്പോഴും കൂടുതലായിരിക്കും EDM-നും LDBM കമ്പയർ ചെയ്തിട്ട് നമ്മൾ പ്ലാസ്മ ആർക്ക് മെഷീനിങ് എന്നുള്ളത് മേജറായിട്ട് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ക്ലിയർ? ദെൻ ഇതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് നമുക്ക് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ജസ്റ്റ് ഒരു പോയിൻ്റായിട്ട് നമുക്കൊന്ന് പറയാം. ഗ്യാസസ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് എ പ്ലാസ്മ ലൈക്ക് നൈട്രജൻ, ആർഗൺ, ഹൈഡ്രജൻ ഓർ മിക്സ്ചർ ഓഫ് ദീസ് ഗ്യാസ്. നമ്മൾ അതിനുള്ളിൽ കംപ്രസ്ഡ് ഗ്യാസസ് നമ്മൾ ആ നോസിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുന്നുണ്ടല്ലോ, ആ ഗ്യാസസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ പ്ലാസ്മ ഗൺസ് കൺസിസ്റ്റ് ഓഫ് ടങ്സ്റ്റൻ ഇലക്ട്രോഡ് ഫിറ്റഡ് വിത്ത് ചാമ്പർ. അതും നമ്മൾ ആ ഒരു ഫിഗറിൽ വളരെ ഡീറ്റെയിൽ ആയി കണ്ടാണ്. നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, ദ ഇലക്ട്രോഡ് ഈസ് ഗിവൺ നെഗറ്റീവ് പൊളാരിറ്റി. അതായത് ഇലക്ട്രോഡ് എപ്പോഴും നെഗറ്റീവ് പൊളാരിറ്റിയും ദ നോസിൽ ഓഫ് ഗൺ ഈസ് given the positive polarity supply of gases is maintained into the gun. Okay, clear അല്ലേ? ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, ദ ഹെവി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് അപ്ലൈഡ് അക്രോസ് ദ, അതായത് ഇലക്ട്രോണിൻ്റെ ഇടയിൽ ഹെവി പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നതുകൊണ്ട് തന്നെ എ സ്ട്രോങ് ആർക്ക് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ ദ ടു ടെർമിനൽ ഓഫ് ആനോഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആനോഡും കാഥോഡും കാഥോഡ് എന്ന് പറയുന്നത് ടങ്ഷനും ആനോഡ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് പീസ് ഓർ നോസിലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഹൈ എമൗണ്ട് ഓഫ് സ്ട്രോങ് ആർക്ക് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ദാറ്റ് ആർക്ക് വിൽ ബി യൂസ്ഡ് ടു റിമൂവ് ദ മെറ്റീരിയൽസ് ഫ്രം ദ വർക്ക് പീസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത്, there is a collision between molecules of gases and electrons of a established in arc. Okay, next point പറയുന്നത്, as a result of this collision gases molecule get ionized and heat is involved. അതാണ് നമ്മൾ ഇതിൻ്റെ കേസസ് പ്ലാസ്മയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കേസസ് ആണ് അവിടെ പറയുന്നത്. then next point എന്താ പറയുന്നത്, this is hot and ionized gas. ഈ ഒരു hot and ionized gas is called as plasma. ഈസ് ഡയറക്റ്റഡ് ടു ദ വർക്ക് പീസ് വിത്ത് ഹൈ വെലോസിറ്റി. നമ്മൾ നോസിലൂടെ ഹൈ വെലോസിറ്റിയിൽ നമ്മളിത് വയ്ക്കും. ദെൻ അങ്ങനെ ആ വെലോസിറ്റിയിൽ ആ നോസിൽ വഴി വരുമ്പോഴാണ് എസ്റ്റാബ്ലിഷ് ആർക്ക് ഈസ് കൺട്രോൾഡ് ബൈ സപ്ലൈ റേറ്റ് ഓഫ് ഗ്യാസസ് വഴി നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാനും നമുക്ക് കഴിയുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ദ വാട്ടർ ജാക്കറ്റ് ഈസ് യൂസ്ഡ് ടു സറൗണ്ട് ദ നോസിൽ ടു അവോയ്ഡ് എയർ ഹോക്കിംഗ്. വാട്ടർ ജാക്കറ്റ് പോലത്തെ നമ്മൾ നോസിൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് സറൗണ്ടഡ് ടു ദ നോസിൽ ടു അവോയ്ഡ് ഓവർ ഹീറ്റിംഗ്. ഇനി ബൈ ചാൻസ് എന്തെങ്കിലും ഓവർ ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വാട്ടർ ജാക്കറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അടുത്തൊരു മേജർ പോയിന്റ്. ഓക്കെ, അപ്പം ഇത്ര കാര്യങ്ങളാണ് നമുക്കൊരു പ്ലാസ്മ ആർക്കിൻ്റെ ബേസിക് പ്രിൻസിപ്പിളായിട്ട് നമുക്ക് പറയാനുള്ളൂ. ഇനി നമ്മൾ മേജർ അപ്ലിക്കേഷൻസ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ദി ചീഫ് ആപ്ലിക്കേഷൻ ഓഫ് ദിസ് പ്രോസസ് ഈസ് പ്രൊഫൈൽ കട്ടിങ്. മെയിനായിട്ട് നമ്മൾ പ്രൊഫൈൽ കട്ടിങ് ആസ് കൺട്രോളിങ് മൂവ്മെൻറ്റ്. നമുക്ക് വളരെ കൺട്രോൾഡ് മൂവ്മെൻറ്റിൽ നമുക്ക് ഒരു പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ വളരെ ഈസിലി ഒരു പ്ലാസ്മ ആർക്ക് മെഷീൻ യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ ദി സ്പ്രേ ഫോക്കസ് പോയിൻറ്റ് ഈസ് ഈസി ടു കേസ് ഓഫ് PAM പ്രോസസ്. Okay, this is also recommended for smaller machining is difficult to machining material. അതായത് നമുക്ക് സ്മോളർ മെഷീനിങ് ഓഫ് ഡിഫിക്കൽട്ട് മെഷീനിങ് പ്രോസസ്സ് ഉണ്ടല്ലോ, ചിലപ്പം ഡിഫിക്കൽട്ടായ ഡിസൈൻ കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു പ്ലാസ്മ ആർക്ക് മെഷീനിങ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ പോയിന്റ് കൂടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞാൽ ദ വർക്ക് പീസ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽ ക്യാൻ ബി പ്രോസസ്ഡ് ബൈ ദ PAM പ്രോസസ്. ഏത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസും നമ്മൾ വളരെ ഈസി ആയിട്ട് ഈ പ്ലാസ്മ ആർക്ക് മെഷീനിങ് പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു മേജർ അഡ്വാൻറ്റേജ്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് പോയിൻ്റ് എന്താ പറയുന്നത്, ദിസ് മെറ്റീരിയൽസ് ആർ അലുമിനിയം, മഗ്നീഷ്യം, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് കാർബൺ ആൻഡ് അലോയ് സ്റ്റീൽ. അതായത് ദീസ് മെറ്റീരിയൽസ് ആർ അലുമിനിയം ഉണ്ട്, അതുപോലെ മഗ്നീഷ്യം ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽസ് ഉണ്ട് ആൻഡ് കാർബൺ അലോയ്സ് സ്റ്റീൽസൊക്കെ നമുക്ക് മെയിൻലി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓൾ ദോസ് ആർ മെറ്റീരിയൽ വിച്ച് ക്യാൻ ബി പ്രോസസ്ഡ് ബൈ LBM ക്യാൻ ബി ഓൾസോ പ്രോസസ്ഡ് ബൈ PAM. അപ്പം LBM പ്രോസസ്സ് വെച്ച് ചെയ്യുന്നതാണ് നമ്മൾ അലുമിനിയം, മഗ്നീഷ്യം, സ്റ്റെയിൻലെസ് സ്റ്റീൽ, കാർബൺ സ്റ്റീൽ പോലുള്ള മെറ്റീരിയൽസും. അതുപോലെ LBMൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രോസസ്സുകളും നമുക്ക് ഈ ഒരു പ്ലാസ്മ ആർക്ക് മെഷീനിങ് പ്രോസസ്സിലൂടെയും ചെയ്യാൻ പറ്റും എന്നുള്ളത് അടുത്തൊരു മേജർ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അഡ്വാൻറ്റേജ് ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മളെ പ്ലാസ്മ ആർക്ക് മെഷീനിങ് പ്രോസസ്സിൻ്റെ മേജർ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ബേസിക്കലി ഫസ്റ്റ് ഇറ്റ് ഈസ് ഗിവൺ ഫാസ്റ്റർ പ്രൊഡക്ഷൻ റേറ്റ്. അതായത് നമ്മൾ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഒക്കെ ഹൈ ആണ്. MMR ഒക്കെ നമ്മൾ കമ്പയറിങ് LBM ആൻഡ് EDM, ദ പ്ലാസ്മ ആർക്ക് മെഷീനിങ് ഈസ് ഹയർ. ഓക്കെ, therefore the high production rate will be occurs in plasma arc machining process. It given faster production rate. Okay, second point എന്താ പറഞ്ഞത്, വെരി ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ മെറ്റീരിയൽ ക്യാൻ ബി മെഷീൻ. അതായത് ഫെറസ് ആയാലും നോൺ ഫെറസ് ആയാലും അതുപോലെ വെരി ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ മെറ്റീരിയൽ എല്ലാ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസും വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു പ്ലാസ്മ ആർക്ക് മെഷീനിങ് പ്രോസസ്സ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് സ്മോൾ ക്യാവിറ്റീസ് ക്യാൻ ബി മെഷീൻഡ് വിത്ത് ഗുഡ് ഡയമെൻഷണൽ ആക്യുറസി. അതുപോലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഹോളും അതുപോലെ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഹോളും വളരെ ഈസി ആയിട്ട് നമുക്ക് ഭയങ്കര ഡയമെൻഷണൽ ആക്യുറസിയോട് കൂടി നമുക്ക് ഈ ഒരു പ്ലാസ്മ ആർക്ക് മെഷീനിങ് പ്രോസസ്സിലൂടെ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു മേജർ അഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 പോയിന്റ് നിങ്ങളെ ഒരു പ്ലാസ്മ ആർക്ക് മെഷീനിങ് പ്രോസസ്സ് ചോദിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് എഴുതിയിരിക്കാം. ഒന്ന്, ഇറ്റ്സ് ഗിവൺ എ ഫാസ്റ്റർ പ്രൊഡക്ഷൻ റേറ്റ്. എങ്ങനെയാണ് ഫാസ്റ്റർ പ്രൊഡക്ഷൻ റേറ്റ്? മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കമ്പാരിറ്റീവ്ലി ഹയർ ആണ് നമ്മൾ EDM കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പം പ്ലാസ്മ ആർക്ക് മെഷീനിങ് അഥവാ പാമിന്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് എല്ലാ ടൈപ്പ് മെറ്റീരിയൽ, ഫെറസ് ആയാലും നോൺ ഫെറസ് മെറ്റീരിയൽസും അതുപോലെ ബ്രിട്ടിൽ ആൻഡ് ഹാർഡ് മെറ്റീരിയൽ ഇങ്ങനത്തെ മെറ്റീരിയൽസും വളരെ ഈസി ആയിട്ട് നമുക്ക് മെഷീൻ ചെയ്തെടുക്കാൻ പറ്റും പാം യൂസ് ചെയ്തിട്ട്. ഓക്കെ, അടുത്ത പോലെ എന്താണ്, ചെറിയ മൈന്യൂട്ട് ക്യാവിറ്റീസ് ആയാലും വലിയ ഹോൾ പോലുള്ള ക്രിയേറ്റ് ചെയ്യണമെങ്കിലും വളരെ ഈസി ആയിട്ട് ഈ പാം പ്രോസസ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പാമിൻ്റെ കേസിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്തത് എന്തൊക്കെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് പാം പ്രോസസ്സിലുള്ളതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ബേസിക്കലി പാം പ്രോസസ്സിൽ എന്തൊക്കെ ഡിസ്അഡ്വാൻറ്റേജസ് ഉള്ളത്? ഇറ്റ്സ് ഇനീഷ്യൽ കോസ്റ്റ് ഈസ് വെരി ഹൈ. അതായത് ഇതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ പ്ലാസ്മ ആർക്ക് മെഷീൻ ആ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഭയങ്കര എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഈ ഒരു പ്രോസസ്സിനാണ്. അത് തന്നെ നമുക്കൊരു മേജർ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇനീഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ദ പ്രോസസ് ഇസ് റിക്വയർസ് ഓവർ സേഫ്റ്റി പ്രിക്കോഷൻ വിച്ച് ഫർദർ എൻഹാൻസ് ദ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് സെറ്റപ്പ്. ഈ ഒരു പ്രോസസ്സ് റിക്വയർ ചെയ്യുന്നത് സേഫ്റ്റി പ്രിക്കോഷൻസ് ഭയങ്കര വലുതാണ്. അപ്പം അതിനുള്ള ഇനീഷ്യൽ കോസ്റ്റിനും സെറ്റപ്പിനുള്ള കാര്യങ്ങളും അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ സേഫ്റ്റി പർപ്പസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ചെയ്തു വെക്കണതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് കുറച്ചും കൂടി കൂടാനുള്ള ചാൻസ് ആണ്. ദ പ്രോസസ് റിക്വയർസ് ഓവർ ദ സേഫ്റ്റി പ്രിക്കോഷൻ വിച്ച് ഈസ് ഫർദർ എൻഹാൻസ് ദ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് സെറ്റപ്പ്. ഈ സെറ്റപ്പിൻ്റെ ഇത് കൂടാനുള്ള ഒരു മേജർ ചാൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ സേഫ്റ്റി പ്രിക്കോഷൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കാരണം നമ്മൾ ഇതിൻ്റെ ഹീറ്റിങ്ങിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം 10,000 to 14,000 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ റേഞ്ചൊക്കെ നിങ്ങൾ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ സേഫ്റ്റീൻ്റെ കാര്യം എന്തായാലും നോക്കണം. അത് നോക്കുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് ഇത്ര എമൗണ്ട് ഓഫ് ഇനീഷ്യൽ കോസ്റ്റ് വരാനുള്ള കാരണം. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് എന്താണ്, സം ഓഫ് ദ വർക്ക് പീസ് മെറ്റീരിയൽസ് ആർ വെരി മച്ച് പ്രോൺ ടു ദ മെറ്റലർജിക്കൽ ചേഞ്ച് ഇൻ എക്സസീവ് ഹീറ്റിംഗ്. അതായത് ഈ ഇതിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ചില മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടിയിലൊക്കെ ചെറിയ ചേഞ്ചസ് ഉണ്ട്, എക്സസീവ് ചേഞ്ചസും കാര്യങ്ങൾ വരാണ്ട് ഹീറ്റ് ചെയ്യുന്ന കേസിൽ. ദാറ്റ് ഫാക്ട്സ് ഇമ്പോസസ് ദ ലിമിറ്റേഷൻ. അതായത് ഇത്ര ഹൈ ഹീറ്റ് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടിയിലും കാര്യങ്ങളൊക്കെ ചെറിയ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അതാണ് അടുത്തൊരു മേജർ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് ഒരു പാമിൻ്റെ കേസസിൽ പറയാനുള്ളത്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് പറയുന്നത് ഇറ്റ് ഈസ് അൺഎക്കണോമിക്കൽ ഫോർ ബിഗ്ഗർ ക്യാവിറ്റീസ് ടു ബി മെഷീൻഡ്. അതുപോലെ നമ്മൾ ബിഗ്ഗർ ക്യാവിറ്റീസൊക്കെ ഇത് ചെയ്യണമെങ്കിൽ അൺഎക്കണോമിക്കലായിരിക്കും. നമുക്ക് ചെയ്യാൻ പറ്റും, ബട്ട് നമ്മളതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കൂടുതലായിട്ട് വരും. നമ്മൾ ടൈം കൺസ്യൂമിങ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും. ഇപ്പം വലിയ ഹോൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് റേറ്റും കാര്യങ്ങളും കൂടുതലായിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് അതുകൊണ്ടാണ് അൺഎക്കണോമിക്കൽ എന്ന് പറയുന്നത്. നമുക്ക് എക്കണോമിക്കലായിരിക്കില്ല ആ ഒരു പ്രോസസ്സ്, കുറച്ച് റേഞ്ച് കൂടിയൊരു പ്രോസസ്സായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാമിൻ്റെ
ഡിസ്അഡ്വാൻറ്റേജസിൻ്റെ കേസസിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്ലാസ്മ ആർട്ട് മെഷീനിങ് പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാം. ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു മെഷീനിങ് പ്രോസസ്സും കൂടിയാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് ലാസ്റ്റ് ഞാൻ ഇത് ഒറ്റൊന്നായിട്ട് ലാസ്റ്റ് വെക്കാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു പ്ലാസ്മ ആർട്ട് മെഷീനിങ് കേസിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പം നമ്മൾ നോൺ കൺവെൻഷൻ മെഷീനിങ് ഏകദേശം 10 ടൈപ്പ് ഓഫ് മെഷീനിങ് പ്രോസസ്സും നമ്മളിവിടെ ഈ ഒരു പാമിലൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഏകദേശം 11 നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ അവസാന ഭാഗത്ത് വരുന്ന ചെറിയൊരു ടോപ്പിക്കാണ് എക്കണോമിക്സ് ഓഫ് അഡ്വാൻസ്ഡ് മെഷീൻ. നമ്മൾ ഈ അഡ്വാൻസ്ഡ് മെഷീനിങ് പ്രോസസ്സിൻ്റെ എക്കണോമിക്സ് ഓഫ് അഡ്വാൻസ്ഡ് മെഷീനിങ് പ്രോസസ്സ് ഇതിൽ പറയുന്നത് ദ എക്കണോമിക് പ്രൊഡക്ഷൻ റൺ ഫോർ എ ഫർദർ പ്രോസസ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ജസ്റ്റ് പോയിൻ്റാണ്, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് കോസ്റ്റ് ഓഫ് ടൂളിംഗ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. നമ്മൾ ടൂളിങ്ങിൻ്റെയും എക്യുപ്മെൻറ്റ്സിൻ്റെയും കോസ്റ്റ് എപ്പോഴും നമ്മൾ അതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, എക്കണോമിക് പ്രൊഡക്ഷൻ്റെ കേസിൽ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നൊരു കാര്യമാണ്. സെക്കൻഡ് വൺ ഈസ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. അതുപോലെ ഈ ഒരു മെഷീനിങ് ഇപ്പോൾ നോൺ കൺവെൻഷൻ മെഷീനിങ് ചെയ്യുമ്പം അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്ര വരും എന്നുള്ള കാര്യങ്ങളും എപ്പോഴും നമ്മൾ എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ട് നോക്കുന്നതാണ്. അതായത് ഇപ്പോൾ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ ഒക്കെ തീരുമാനിക്കുന്ന ഈ ഒരു എക്കണോമിക്കൽ ഡിമാൻഡാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് എന്താണ് ദ മെറ്റീരിയൽ റിമൂവൽ റേറ്റ്. അതുപോലെ നമ്മൾ കുറേ ഇപ്പോൾ നോൺ കൺവെൻഷൻ മെഷീനിങ് ചെയ്യും നമ്മൾ പഠിച്ചപ്പോൾ തന്നെ കുറേ എണ്ണം പറഞ്ഞു MRR കുറവാണ്, മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കുറവാണ്. നമ്മൾ ലാസ്റ്റ് ഇപ്പം നമ്മൾ പ്ലാസ്മ ആർട്ട് മെഷീനിങ് കേസിൽ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കൂടുതലാണ്. അപ്പം എല്ലാത്തിൻ്റെ കേസിലും നമുക്ക് ഏതൊക്കെ ടൈപ്പ് മെഷീനിങ് മെറ്റീരിയൽസിനാണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ഒരു കേസസിൽ നമുക്ക് പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് അപ്പം MMR നമ്മളെപ്പോഴും ഒരു എക്കണോമിക്സിൻ്റെ കേസിൽ കൺസിഡർ ചെയ്യുന്ന സാധനങ്ങൾ. അടുത്തത് പറഞ്ഞാൽ ദ ലെവൽ ഓഫ് ഓപ്പറേറ്റർ സ്കിൽ. അതുപോലെ നമ്മളൊരു ഓപ്പറേറ്ററിൻ്റെ ഒരുപാട് സ്കിൽസ് അവിടെ യൂസ് ചെയ്യേണ്ട ഒരു മെഷീനിങ് പ്രോസസ്സാണോ എന്നുള്ള കാര്യവും നമ്മളവിടെ നോക്കും. അങ്ങനെ ഓവർ സ്കിൽസ് യൂസ് ചെയ്യുന്ന ആൾക്ക് നമുക്ക് ഓവർ നമ്മൾ കോസ്റ്റ് നമ്മൾ ചിലവാക്കേണ്ടി വരും. അതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആൻഡ് ഫിനിഷിംഗ് ഓപ്പറേഷൻ ദാറ്റ് ഈസ് സബ്സിക്വൻ്റ്ലി മേ ബി നെസസറി. അതുപോലെ നമ്മൾ ഈ ഒരു മെഷീനിങ് പ്രോസസ്സ് ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ ഫിനിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും യൂസ് ചെയ്യണ്ടോ, സെക്കൻഡറി ഫിനിഷിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും യൂസ് ചെയ്യണ്ടോ എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഈ കാര്യത്തിൽ എപ്പോഴും കൺസിഡർ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് എക്കണോമിക് പ്രൊഡക്ഷൻ റൺ ഫോർ എ പെർട്ടിക്കുലർ പ്രോസസ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഇത്രയും കാര്യങ്ങളെയാണ്. ഫസ്റ്റ് വൺ ഈസ് കോസ്റ്റ് ഓഫ് tooling and equipment. Second one is the operating cost, and third one is MRR, that is material removal rate, and fourth one is the level of operator skill required, and fifth one is secondary and finishing operating that subsequent may be necessary. ഇത്രയും കാര്യങ്ങളാണ്. This factor has to be justified in the terms of production run and the feasibility of manufacturing the same part by other means of it possible. അതായത് പോസിബിൾ ആണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ തേർഡ് മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്തത്. നമ്മൾ തേർഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് ഒരൊറ്റ പോർഷൻ വിട്ടിട്ടില്ല, എല്ലാ പോർഷനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് നിങ്ങൾ ഫോർത്ത് മൊഡ്യൂളുള്ള ഫിഫ്ത്ത് മൊഡ്യൂളായ ഫോർജിങ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇനി ഫോർജിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഫോർജിങ് എന്ന് പറഞ്ഞാൽ അതേമാതിരി എന്താണ് ഫോർജിങ്, അതിൻ്റെ ഫോർജിങ് ഓപ്പൺ ഡൈ ഫോർജിങ് ഉണ്ട്, ക്ലോസ് ഡൈ ഫോർജിങ് ഉണ്ട്. ദെൻ ഫോർജിങ് നടക്കുന്ന ഡിഫറെൻറ്റ് ഓപ്പറേഷൻ, അവിടെ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് എക്യുപ്മെൻറ്റ്സ്, അവിടുത്തെ ടൂൾസ് കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഈ ഫിഫ്ത്ത് മൊഡ്യൂളിൽ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അത് ഏകദേശം ഒരു 10 അവർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 10 അവർ അല്ലെങ്കിൽ 8 അവർ 10 അവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം നമുക്കപ്പോഴേക്ക് വീണ്ടും ഓഫ്ലൈൻ ക്ലാസ്സസ് ആണെങ്കിൽ തീർക്കാം. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം ഫിഫ്ത്ത് മൊഡ്യൂളായിട്ടുള്ള ഫോർജിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്ക് നമ്മൾ കിടക്കും. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഫിഫ്ത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എടുക്കേണ്ടത് ഫോർത്ത് മൊഡ്യൂൾ ഷീറ്റ് മെറ്റൽ പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, ക്ലിയർ. താങ്ക് യു.